വെള്ളറടയിൽ കാണാതായ യുവതിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. മാവുവിള സ്വദേശി പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് പ്രതി വിനോദ് സമ്മതിച്ചു. കേസിൽ വഴിത്തിരിവായത് പ്രതിയുടെ ഭാര്യാമാതാവിന്റെ വെളിപ്പെടുത്തലാണ്. വാക്കുതർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് വിനോദിന്റെ മൊഴി. കൊലപാതക സംശയം ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, ഭാര്യാമാതാവിന്റെ വെളിപ്പെടുത്തലാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തിച്ചത്. വിനോദിനെ നേരത്തെ തന്നെ ഈ കേസിൽ സംശയമുണ്ടായിരുന്നോ? എന്ന് മുതലാണ് പ്രിയംവദയെ കാണാതായത്? എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ ഈ മാസം 12-ാം തീയതിയാണ് ഈ പ്രിയംവദയെ കാണാതാവുന്നത്. പ്രിയംവദ ഈ വീടിനടുത്തുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് വരികയാണ്. അതിനിടയിൽ ഈ 12-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി, എല്ലാ ദിവസവും വൈകിട്ടോടുകൂടി തന്നെ യുവതി വീട്ടിലേക്ക് തിരിച്ചെത്താറുണ്ടായിരുന്നു. അന്ന് വീട്ടിൽ വൈകിട്ടോടുകൂടി എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ യുവതിയുടെ ഫോണിൽ ബന്ധപ്പെടുന്നു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നത് കാണുന്നു. അതിനെ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെ വെള്ളറട പോലീസിൽ പരാതിയും നൽകി. പരാതിക്ക് പിന്നാലെ പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ സൈബർ സെല്ല് കണ്ടെത്തിയത് ഈ അവസാനം ഈ യുവതിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ മാവുവിള ഭാഗത്തേക്കായിട്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ വിശദമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വലിയ ചുരുളഴിയുന്നത്. ആ അന്വേഷണമാണ് ഈ കൊലപാതക വാർത്തയിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇത്തരത്തിൽ 12-ാം തീയതി തന്നെ യുവതിയെ ഈ വിനോദ്, പ്രതിയായിട്ടുള്ള വിനോദ്, ഈ വാക്കുതർക്കം, ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ യുവതിയെ ഈ വിനോദ് മർദ്ദിക്കുകയാണ് ചെയ്തത്. മർദ്ദിച്ചതിന് പിന്നാലെ ബോധരഹിതയായിട്ടുള്ള യുവതിയെ ഈ പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കട്ടിലിലേക്ക് കിടത്തുകയായിരുന്നു. അങ്ങനെ ബോധം വന്ന് യുവതി നിലവിളിക്കുന്നതിനിടയിൽ ബലമായി മൂടിപ്പിടിക്കുകയായിരുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷമാണ് ശ്വാസം നിലച്ചു എന്ന് മനസ്സിലായതിനെ തുടർന്ന് പേടിച്ചാണ് യുവതിയെ കട്ടിലിനടിയിലേക്ക് ഈ വിനോദ്, പ്രതി ആയിട്ടുള്ള വിനോദ് കൊണ്ടുവെക്കുന്നത്. ഈ മൃതദേഹം 3 ദിവസം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു എന്ന് പ്രതി പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ രൂക്ഷഗന്ധത്തെ തുടർന്ന് പ്രതിയുടെ മകളാണ് ഇത്തരത്തിൽ ഈ ഗന്ധം വന്നതിനെ തുടർന്ന് മുറിയിലേക്ക് കയറുകയും മുറിയിൽ പരിശോധിക്കുന്നതിനിടയിലാണ് കട്ടിനടിയിൽ ഒരു ചാക്കിൽ കാലുകൾ ഉൾപ്പെടെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് നിർണായകമായത് ഈ കൊച്ചു കുഞ്ഞിന്റെ ഒരു സംശയമാണ്. അതായത് രൂക്ഷഗന്ധം വരുന്നു, മുറിയിൽ എന്തോ ഉണ്ടെന്ന് കുഞ്ഞ് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഇത് കണ്ടു. ഇത് കുഞ്ഞ് ഭാര്യാമാതാവിനോട് പറയുകയായിരുന്നു. ഈ വിനോദിന്റെ വീട്ടിൽ ഭാര്യാമാതാവും 2 കുഞ്ഞുങ്ങളും വിനോദുമാണ് താമസിക്കുന്നത്. മദ്യപാനിയാണ് വിനോദ് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. മുമ്പും സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉൾപ്പെടെ വിനോദിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്രൂരത, ഈ കൊടും ക്രൂരത നടക്കുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ ഈ സംഭവത്തിന്റെ ഞെട്ടിൽ തുടരുന്ന സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിനോദിന്റെ പുറകുവശത്തെ വീട്ടിന്റെ ഭാഗത്തു നിന്ന് മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾ നാളെ മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്.